അതൊരു പുത്തൻ ചരിത്രമായി രേഖപ്പെടുത്തുവാനുള്ള പ്രാരംഭം തുടികൊട്ട് കേളികൊട്ട് അങ്ങ് ജന്തർമന്ദിറിൽ കേൾക്കുന്നുണ്ട്. അവിടെ അത് ആരംഭിച്ചു കഴിഞ്ഞു. അതിനി ഈ രാജ്യത്തൊട്ടാകെ ഉണ്ടാക്കി ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള, അതായത് 1935 എഴുതി വെച്ചിട്ടുള്ള ഹിന്ദുരാഷ്ട്ര ഭരണഘടന നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പായി അതൊരു ഏകാധിപത്യ രീതിയിലൂടെ ഒരു ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കയ്യാളുകളും കൂടി നടപ്പാക്കുന്നതിന് മുമ്പ് അത് നടപ്പാക്കാൻ കഴിയാത്തവണ്ണം ഈ രാജ്യത്തെ ജനസംഖ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ആവേശം, അതിനാവശ്യമായ പ്രവർത്തന രീതി ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ പ്രാരംഭമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ നടത്തുന്ന ഈ സമ്മേളനവും ഇതുപോലെ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഒട്ടേറെ ആളുകൾ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ. സഖാക്കളെ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, അതിനാവശ്യമായ പ്രവർത്തന ശൈലികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ ഉത്തേജനം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ ആരംഭിച്ചുവെങ്കിൽ തൊഴിലാളികൾ ഇവിടെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് നാളെയാണ്. നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്ന തൊഴിലാളികൾ ഡൽഹിയിൽ പാർലമെന്റ് വളഞ്ഞ് പാസാക്കിയ നിയമം പിൻവലിക്കാൻ ശക്തിയാർജിച്ച കർഷക നേതാക്കൾ കൂട്ടായി നിന്നിവിടെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി പാർലമെന്റ് പാസാക്കിയ നിയമം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞ രാജ്യത്തെ കർഷക ശക്തി, രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ന് ചലിപ്പിക്കുന്നുവെങ്കിൽ അത് മിനിറ്റ് കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുന്ന തൊഴിലാളി വർഗത്തിന്റെ ശക്തി, കോളേജുകളിലും സ്കൂളുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന, ഞങ്ങൾ അടിച്ചമർത്തുന്ന പോലീസ് മാറണമെന്ന് പറയുന്ന, ഞങ്ങളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്തുകൊണ്ട് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാവിയെ വഷളാക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന യുവജന വിഭാഗം കളപുരുകുന്നു.